മോട്ടറോളയുടെ മോട്ടോ G86 പവർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G86 പവർ 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടോ G86 പവർ 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. IP68-69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. പൊതുവേ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്, അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോൺ വരുന്നത് ഏകദേശം 32,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT600 സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 32 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ടും ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ കൂടിയ 6720 mAhന്റെ ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 329 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്, അതായത് 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. പിന്നെ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ആവറേജ് ആയിട്ടുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രോസസ്സർ അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ച ഫോൺ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 15,000 to 17,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫോൺ എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫോണായിരിക്കും ഇത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ G86 പവർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.